വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം ഷിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗ് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ ഒരു ഹാഫ് ഡേയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ മാമിൻ്റെ നിക്കാഹിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാനും വേണ്ടി പോയിട്ടുള്ള അന്നത്തെ ഒരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മലപ്പുറം പ്രീതിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഉള്ളേന്ന് വിശേഷങ്ങളൊക്കെ അറിയാം. ഇവിടുന്ന് മിറുമിഷുവിന് കോട്ടും അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അവർക്ക് കോട്ട് കിട്ടിയില്ല, പക്ഷേ തലേന്ന് ഇടാനുള്ള ഷർട്ട് കിട്ടി. ഇതൊക്കെയാണ് അവിടുത്തെ കുറച്ച് കളക്ഷൻസ് എന്നൊക്കെ പറയുന്നത്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ അവരുടെ കൂടെ നിന്നു. പിന്നെ എനിക്ക് ബോറടിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഫോണും കൊണ്ട് അവിടുത്തെ ഈ സോഫയിൽ വന്നിരുന്നു. പിന്നെ തലേന്നിക്കിടാനുള്ള പാൻറ്റും കൂടെ മേടിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചും മേമിയും കൂടെ അവർക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാനും മിറുമിഷും ആ ബ്രൈഡിൻ്റെ സ്ഥലത്തൊരു സോഫ ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ടിരുന്നു. എന്നിട്ട് ആ ബ്രൈഡിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. പിന്നെ ഫോണിൻ്റെ ചാർജ് പറ്റ ലോ ആയി. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു കാറിനെടുത്തു. അതുണ്ടെങ്കിൽ പിന്നെ ബോറടിക്കില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ തലേന്നൊക്കെ ഇടാനുള്ള ആ ഒരു ഫ്രോക്കിന് വേറൊരു ഡിസൈൻ അതിന് ചെയ്യിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് പറ്റിയിട്ടുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഏകദേശം മാച്ചായിട്ടുള്ള ഈ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടി. പിന്നെ ഞാനും മിറുമിഷും അവിടെ നിന്നിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ വേറൊരു ഡ്രസ്സും കൂടെ. ഹൈഡ് ആൻഡ് സീക്കൊക്കെ കുറേ നേരം കളിച്ച് കഴിഞ്ഞു. ഞാനും മിറുവും ഇവിടെയായിരുന്നു കേട്ടോ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് നമ്മുടെ പ്രീതി സിൽക്സിലത്തെ കഥകൾ. അവിടെ നിന്ന് എന്തായാലും നമ്മൾ ഇത്രയൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ പോയി. അവിടുത്തെ ഫാൻസിയിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ ഇതാ അവിടെ വേറെ ഫാൻസിയും ജ്വല്ലറീസും എല്ലാതും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അതിലേറെ നല്ലതുമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും പിന്നീട് നമ്മൾ അതൊന്നും മൈൻഡാക്കാതെ നേരെ പോയിട്ടുണ്ടായിരുന്നുള്ളത് മിറുമിഷുവിന് കോട്ട് എടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു ഷോപ്പ് കയറിയപ്പോൾ അവർ പറഞ്ഞു നസീമയിൽ കയറിയാൽ മതിയെന്ന്. അങ്ങനെ നസീമ നോക്കിയപ്പോൾ അവിടെ ഗോൾഡൻ ഡയമണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പോയപ്പോഴാണ് നസീമ വെഡ്ഡിങ്സ് കണ്ടത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ അവിടുന്ന് നസീമയിലോട്ട് കയറിക്കോളി എന്ന് പറഞ്ഞ ആ ഷോപ്പ്. ഇതിപ്പോൾ ഫോൺ ചെറുതായിട്ടൊന്ന് വീണതാണ് കേട്ടോ. അപ്പം നമുക്ക് നസീമേന്നും നേരത്തെ കയറിയ ആ കടയിൽ നിന്നും കോട്ട് കിട്ടിയിട്ടില്ല. അതായത് രണ്ടുപേർക്കും ഒരേപോലെ വേണമല്ലോ, അവർ ട്വിൻസാണ്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ തന്നെ വേണം. രണ്ടുപേർക്കും പറ്റിയ സൈസിലുള്ള ഒന്നും അവിടെ തന്നെ ഇല്ല. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ പണ്ടത്തെ ഹോട്ടൽ ഡെലീഷ്യയിലോട്ട് പോയി. അവിടുന്ന് വേഗം തന്നെ AC റൂമിൽ പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവർ നമുക്ക് എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഈ സ്വാഭാവികം എന്ന് പറയുന്നത് തന്നെ കുറേ പ്രാവശ്യം ഇങ്ങനെ മാറ്റിയിട്ടാണ് ആ സ്വാഭാവികം കിട്ടിയത്. വെറൈറ്റിക്ക് വീട് സാദാ ചോറും പപ്പടും പായസം അതെല്ലാം അതും വെച്ചിട്ടുണ്ടായിരുന്നു. പായസം എനിക്ക് വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെറിയ ബൗളാക്കി വെച്ചതിലുണ്ട് കേട്ടോ പായസം കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും അവിടെ നിന്നിട്ട് നമ്മൾ അതെല്ലാതും കഴിച്ചിട്ട് നമ്മൾ നേരെ തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളത് വീണ്ടും നമ്മുടെ മിറുമിഷുവിൻ്റെ ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ടാണ്. മിറുമിഷുവിൻ്റെ ഈ കോട്ട് സെറ്റാവാനാണ് നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത്. പ്രീതിയിലില്ല, ബാക്കി കുറേ കടകളിലൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഫോണൊക്കെ വീയാൻ പോയപ്പോൾ ഇതാ അവിടെ നിൽക്കുന്നത് ഒരു കോട്ടിൻ്റെ ഷോപ്പ്. നമ്മുടെ കളർ വന്നിട്ടുള്ളത് ഇളം ഗ്രീനാണ്. അതന്നെ അവിടെ കണ്ടപ്പം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 8 നിലയിൽ പൊട്ടി. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ പോന്നു. അവിടെ ആളുണ്ടായിരുന്നില്ല, അവിടുത്തെ ഡോറൊക്കെ പൊട്ടി പൊള്ളിട്ടുമായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിലോട്ട് കയറി. അവിടെ നിന്നിട്ട് വീണ്ടും കോട്ട് നോക്കുകയാണ്. പിന്നെ കോട്ടും കാര്യങ്ങളും അവിടെ നിന്ന് നോക്കി, അവിടെ നിന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ KMTയിലോട്ട് പോയി. അവിടുത്തെ സെക്യൂരിറ്റി കുറേ തിരിച്ചും വളച്ചൊക്കെ ആക്കാൻ പറയുന്നുണ്ടായിരുന്നു. 2 സെക്യൂരിറ്റിമാരുണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ കച്ചറയായിരുന്നു. അപ്പം നമ്മൾ KMT നിന്നിട്ട് ഒന്നും കിട്ടാതെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോഴേക്കൊരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇപ്പം ഷോപ്പിലേക്ക് പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളത് ഷോ ഓൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ ഷോപ്പ്. ഇതിൽ എന്താ പറയുക, പുറത്തൊക്കെ ലേഡീസിൻ്റെത് ഇരുന്നു,
പക്ഷേ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാതെ നമ്മൾ വേറെ ഷോപ്പിലോട്ട് പോയി. ബട്ട് അവിടുന്ന് നമുക്ക് കിട്ടിയില്ല. ഒരു കോട്ടും സൂട്ടിനും വേണ്ടിയിട്ട് നമ്മൾ കുറേ കടകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വേറെ ഏതോ ഷോപ്പിൽ നിന്നിട്ട് നമുക്ക് എല്ലാതും കിട്ടി. ദെൻ നമ്മൾ തോയ്ഫിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ സ്റ്റേഷനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെ അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ് കുറച്ച് കുറവായിരുന്നു. ഹാമ്പറിന്റെ കുറേ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ചപ്പൽ നോക്കാൻ വേണ്ടി പോയി. എനിക്ക് നിക്കാഹിനിടാനുള്ള ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് ഇവിടെ നിന്നിട്ടാണ് എടുക്കുന്നുള്ളത്. ദെൻ നമ്മൾ ചെരുപ്പ് എടുത്തിട്ട് നേരെ അവിടെ നിന്നിട്ട് ഇറങ്ങി. പിന്നെ ഞാൻ എവിടേക്കും പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പുതിയ ജാംജൂമിലോട്ട് പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ നേരെ തന്നെ ജാംജൂമിലോട്ട് വിട്ടു. ഇതാണ് നമ്മുടെ പുതിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ്. അങ്ങനെ കാറൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ പുതിയ ജാംജൂമിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു പാനിപൂരിൻ്റെ ഒരു കുട്ടി ഷോപ്പ് ഉണ്ടു. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് പാനിപൂരിയും കൂടി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു പ്ലേറ്റ് പാനിപൂരിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതില്ലാതും കഴിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പം അവിടെ നമ്മൾ സാധാ പോലെ തന്നെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കുറച്ച് ബോട്ടിൽസ് ഉണ്ട്. അതെനിക്ക് നല്ല മാതിരിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ 2 ലിറ്ററിൻ്റെ ഈ ബോട്ടിൽ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കൊണ്ട് നമ്മൾ നേരെ പോയി ബില്ല് ചെയ്തു. അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ ആ ചപ്പല് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചപ്പല്. പക്ഷേ ഞാൻ ഇതല്ലായിരുന്നു $29 ഞാൻ വേറെ ഒന്നായിരുന്നു $29. ഇതേ പ്രൈസിൻ്റെ തന്നെയാണ്. പിന്നെ ഒരു കോംബ് മേടിച്ചു. കോംബ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് എൻ്റെ ആ ഫ്രോക്കിൻ്റെ ആ ഒരു നെറ്റാണ്. പിന്നെ ഞാൻ സെബാമെഡിൻ്റെ ഈ ഒരു ലിബാമും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്ര ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിക്കാഹിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിക്കാഹിൻ്റെ വീഡിയോ, നിക്കാഹിൻ്റെ തലേന്നത്തെ വീഡിയോയും എല്ലാതുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ ആ ചപ്പൽ ഞാൻ കാണിച്ചു തരാനിട്ടില്ലേ, അത് ഇതാണ് കേട്ടോ.